ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഇതാ ഉമ്മയുപ്പൊക്കെ ഉംറയ്ക്ക് പോകുന്ന ദിവസമാണ്. അങ്ങനെ വീട്ടിലിതാ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ കാക്കാൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അവിടെ നിന്നാണ് കേട്ടോ ഒരു പോകാനായിട്ട് ഇറങ്ങുന്നതും അതേപോലെ ഇവിടെ നിന്ന് ഇതാ ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങളിലൊരു വ്ലോഗാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ രാവിലെ തന്നെ വന്നിരിക്കണം. നമ്മൾ അവിടെ വീടൊക്കെ പൂട്ടി അങ്ങനെ വീട് പൂട്ടിയാണ്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ കാക്കാൻ്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഇവിടെ ഇതാ എല്ലാവരും വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് എളാമാണ്, ഉമ്മാൻ്റെ അനിയത്തിയാണ്. അങ്ങനെ ഓരോരുത്തർ അങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ എളാമ വന്നപാട് ഇതാ സോയിനെ എടുക്കാൻ നോക്കിയതാണ് കേട്ടോ. ആൾ പിന്നെ ഭയങ്കര കരച്ചിലാണ്. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ പരിപാടി ഫംഗ്ഷനൊന്നും തീരെ പറ്റൂല കേട്ടോ. ആൾ കൂടിയാലേ ആൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഭയങ്കര ഒരു കരച്ചിലും എന്തൊക്കെയാണ് കേട്ടോ. പിന്നെ ഒന്നാമത് ജലദോഷം കൂടി ഉണ്ട്, പനിയൊക്കെ ആയിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു കുറുമ്പും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധത കുറച്ച് ആൾക്കാരൊക്കെ എത്തിക്കണം. ഇനിയും ഇങ്ങനെ വരാനായിട്ടുണ്ട് കേട്ടോ. വലിയ പരിപാടിയൊന്നും അല്ലെങ്കിലും ഒരു കുഞ്ഞു പരിപാടിയാണ്. അപ്പം ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയൊക്കെ ആയിട്ട് കുറച്ച് കുടുംബക്കാർ മാത്രമുള്ള ചെറിയൊരു പരിപാടി കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഇത് അനിയത്തിയും അതേപോലെ ഉപ്പയും അനിയനും കൂടിയായിരുന്നു കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ വന്നവർക്ക് ഇതാ പിന്നെ എല്ലാവർക്കും ജ്യൂസൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ മോൾസ് ഇതാ എല്ലാവർക്കും ഇങ്ങനെ റൂമിലുള്ളവർക്കും ഒക്കെ ഇങ്ങനെ ജ്യൂസൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അനിയൻ ഇതാ ഇവിടെ കുട്ടികളെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനക്കും ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കൊടുത്തു. പിന്നെ ഇത് എളാപ്പാൻ്റെ മക്കളാണ് കേട്ടോ, സിമിയും ജാസ്മിയും. അപ്പോൾ ഓരൊക്കെ വന്നിങ്ങനെ ഉമ്മത അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നതായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞതാ ഫുഡൊക്കെ എത്തിക്കണം. അപ്പോൾ ഫുഡ് പുറത്തുനിന്നായിരുന്നു കേട്ടോ. ബിരിയാണി അതേപോലെ മന്തിയൊക്കെ ആയിരുന്നു. അങ്ങനെ പൂച്ചി പിന്നെ അതൊക്കെ ഇതാ വിളമ്പി സെറ്റാക്കുന്ന ഒരു ഇതിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ ആണുങ്ങളൊക്കെ ഇരുന്നു. പിന്നെ അപ്പുറത്ത് തന്നെ നമ്മൾ കുട്ടികൾക്ക് വെച്ചൊക്കെ കൊടുത്തിട്ടോ. ഒരു കുഞ്ഞു ടൈമിൽ ലേറ്റ് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇവരെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴത്തേന് കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിതാ പുറത്ത് ഇതുപോലെ നല്ലൊരു വരാന്താണ് കേട്ടോ. ബാക്ക് സൈഡിൽ പാടൊക്കെ ആയിട്ട് അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇതാ എല്ലാവർക്കും ഇരിക്കാനും കഴിയും. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അപ്പോൾ കുട്ടികൾ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കലായിരുന്നു. അപ്പോൾ നമ്മളെ കുട്ടികളും അതേപോലെ വന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കലായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞതാ ഉപ്പൊക്കെ പോകാനായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ജോയിൻ എടുക്കാൻ നോക്കുന്നതാണ്. ആൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഓൾക്ക് ഇന്നേ പറ്റുന്നുള്ളൂ, ആരെടുത്തേക്കും പോകുന്നില്ലായിരുന്നു. ഭയങ്കര കുറുമ്പട്ടോ. ജലദോഷമൊക്കെ ഉണ്ടായിട്ട് ആൾക്ക് തീരെ ആരും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അങ്ങനെ ഉമ്മയും ഉപ്പൊക്കെ ഇതായി ഇറങ്ങാനായിട്ടുള്ള ടൈമായി. അപ്പോൾ ഒരിതാ അസർ ബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നേരെ മമ്പുറത്ത് കണ്ടോ പോകുന്നത്. അവിടുന്ന് അങ്ങനെ ഗ്രൂപ്പിലാണ്ടോ പോകുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് പിന്നെ അങ്ങനെ പോകുന്നതാണ് എയർപോർട്ടിലേക്കൊക്കെ. അപ്പോൾ ഒരുവിധത എല്ലാവരും കൊണ്ടാക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ. ഞാൻ പിന്നെ പോകുന്നില്ല, ജോയിനിങ് കൊണ്ടിട്ട് പോകാൻ കഴിയില്ല കേട്ടോ. ആൾ ഭയങ്കര കരച്ചിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ ഓളെയും കൊണ്ട് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പോകുന്നില്ല. ബാക്കി കുറേ എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. കുട്ടികളൊന്നും കൊണ്ടുപോകുന്നില്ല. ഒരിന് മമ്പുറത്തേക്കൊക്കെ പോയി അവിടെ ദുആക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇറങ്ങൽ. അപ്പോൾ കുട്ടികളെയും കൊണ്ട് പോലെ റിസ്ക് ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഇവിടെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങളിവിടെ ഒരു 3-4 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോകുന്നതാണ് കേട്ടോ കൊണ്ടാക്കാനായിട്ട്. അങ്ങോട്ട് മമ്പുറത്തേക്ക് പോകുന്നതാണ്.
അങ്ങനെ ഉമ്മാനും ഉപ്പാനും കൊണ്ടാക്കാനുള്ളവരൊക്കെ പോയി. പിന്നെ നമ്മളിതാ കുറച്ച് പേരെ ഉള്ളായിരുന്നു കേട്ടോ, ഞാനും എളാപ്പാൻ്റെ മക്കളും അതേപോലെ നാത്തൂൻ്റെ മോനൊക്കെ ആയിട്ട്. ബാക്കി ഫുള്ള് പിന്നെ ഇതാ കുട്ടീസ് തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും പോയപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഒരു ഇത് കേട്ടോ, ഇത്രയും നേരം എല്ലാവരും ഉണ്ടായി കണ്ട് പെട്ടെന്ന് പോയപ്പോൾ ഒരു ഇത് കേട്ടോ. പിന്നെ ചിലരന്മാരൊക്കെ പോയിക്കണേനും. അപ്പോൾ ഇതിൽ പോയിട്ട് ഇതാ നേരെ എല്ലാവർക്കും സിപ്പൊക്കെ വാങ്ങിക്കൊടുന്നിട്ട് എല്ലാവർക്കും അങ്ങനെ ഓരോന്നീച്ച കൊടുക്കുന്നതായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഇതാ പുറത്തിരുന്നിട്ട് അങ്ങനെ കളിക്കലും കഴിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മാനും ഉപ്പാനെ കൊണ്ടാക്കാൻ പോയവരൊക്കെ ഇതാ തിരിച്ച് വന്നിട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെ പോകാനായിട്ട് നിൽക്കുന്നതാണ്. ഞാൻ പിന്നെ ഇന്നിവിടെ കാക്കാൻ്റെ വീട്ടിൽ നിന്നിട്ട് നാളെയാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. നമ്മളെ വീട് അവിടെ പൂട്ടിയതാണ് ഒരു 15 ദിവസത്തേക്ക് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഉമ്മാൻ്റെ ഉപ്പാനും ഉംറയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷമാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഇതാ ഇവിടെ വെച്ചിട്ട് നിർത്തുന്നതാണ്. വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.